അഡ്വക്കേറ്റ് സിന്ധുമോൾ, കടുത്ത ഉൾപാർട്ടി വിമർശനങ്ങളുടെ മുന നീളുന്നത് പിണറായിയിലേക്കും സർക്കാരിലേക്കുമല്ലേ? ഭരണവിരുദ്ധ വികാരം, അതുപോലെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പിഴച്ചു, ഇതൊക്കെ തോൽവിയുടെ ആക്കം കൂട്ടിയില്ലേ? രണ്ടാം പിണറായി സർക്കാർ മിക്ക മേഖലകളിലും പരാജയപ്പെട്ടു. വ്യക്തികളും തിരുത്തലിന് തയ്യാറാകണം എന്നാണ് യെച്ചൂരിയും അതുപോലെ പ്രകാശ് കാരാട്ടും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവരുദ്ദേശിച്ചത് പിണറായിയെ തന്നെ ആയിരിക്കില്ലേ? ഇപ്പം നോക്കൂ, പാർട്ടി നിയന്ത്രണം പൂർണ്ണമായും പിണറായിയുടെ പക്കലാണ്. അതുപോലെ ഭരണം കൈകാര്യം ചെയ്യുന്നതും അദ്ദേഹമാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ വ്യക്തി തിരുത്തണം എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പിണറായി തിരുത്തണം എന്ന് തന്നെയല്ലേ? പക്ഷേ അങ്ങനെ ഒരു തിരുത്തൽ പിണറായിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ നേരത്തെ ശ്രീ ഹരിദാസ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തിരുത്തും ശൈലി മാറ്റും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്നലെ നിയമസഭയിൽ അദ്ദേഹം കൃത്യമായിട്ട് നമ്മുടെ ജീവൻ രക്ഷാ പ്രവർത്തനം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം അദ്ദേഹം കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നവകേരള ബസ്സിന് മുന്നിൽ പ്രതിഷേധിച്ചവരെ ഹെൽമറ്റും ചെടിച്ചട്ടികളുമായിട്ട് ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും പ്രവർത്തകർ ആക്രമിച്ചത് രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു എന്നാണ് നിയമസഭയിലും ആവർത്തിച്ചിരിക്കുന്നത്. ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു, നാളെയും പറയും. വളരെ ക്ഷോഭത്തോടെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അപ്പോൾ ഇതാണ് ഇവരുടെ കയ്യിലിരിപ്പെങ്കിൽ ഈ പാർട്ടി നന്നാവും എന്ന് കരുതുന്നുണ്ടോ? ഈ പാർട്ടി നന്നാവില്ല എന്ന് മാത്രമല്ല അനിൽ, ഇതിലൊരു പ്രധാന കാരണം ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള CPMന്റെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും അതോടൊപ്പം തന്നെ അവരുടെ ഘടകകക്ഷിയായ CPIയുടെ യോഗങ്ങളിലും ഒക്കെ വന്നിട്ടുള്ള വിമർശനം ഒരേ ഒരാൾക്ക് നേരെയാണ് കൈ ചൂണ്ടുന്നത് എന്നല്ല ആ യാഥാർത്ഥ്യം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനെതിരെയാണ് ഇവരെല്ലാവരും കൈ ചൂണ്ടുന്നത്. പരോക്ഷമായിട്ടാണെങ്കിൽ പോലും പറയുന്ന നിലപാട് അപ്പോൾ മാറ്റുകയും പിന്നെ വീണ്ടും പറയുകയും ചെയ്യുന്ന ഒരു സെക്രട്ടറിയാണ് CPMനുള്ളത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന നിലപാട് പോലും മുഖ്യമന്ത്രിക്ക് എതിരാണ് എന്നുള്ള കാഴ്ച നമ്മൾ കണ്ടു. CPIയുടെ ബിനോയ് വിശ്വത്തിന്റെ അദ്ദേഹത്തിന്റെ നിലപാടുകള്, അതുപോലെ തോമസ് ഐസക്കിന്റെ നിലപാടുകള്, ഇങ്ങനെ CPMലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ വിരൽ ചൂണ്ടുന്നതും അവർ ഈ തോൽവിക്ക് കാരണമായി കാണിക്കുന്നതും ഒക്കെ പിണറായി വിജയനെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിണറായി വിജയൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ ഉപദേശിച്ചു കൊടുക്കുന്നതിൽ പ്രധാനി ഒന്ന് അദ്ദേഹത്തിന്റെ മരുമകനാണെന്ന് തോന്നുന്നു. മറ്റൊന്ന്, ഇവിടെ എനിക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ റഹീം എന്ന് പറയുന്ന വ്യക്തിത്വം, ഷംസീർ, ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങളുടെ ഉപദേശങ്ങൾ കേട്ടിട്ടാണോ അതോ സ്വയം എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ചാണോ മകളുടെ ഉപദേശം കേട്ടിട്ടാണോ എന്നറിയില്ല, തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകാനാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും തെറ്റുകൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ അതിന് അല്പമെങ്കിലും മാറ്റം വരുമെന്നാണ് ഈ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചത്. പക്ഷെ അത് ആവർത്തിക്കുക മാത്രമല്ല, ആ തെറ്റിന്റെ അഗാധമായ ഗർത്തങ്ങളിലേക്ക് പോയി പതിക്കുവാനുള്ള സാഹചര്യങ്ങളെല്ലാം വാശിയോടുകൂടി ഉണ്ടാക്കുന്നതിൽ ഈ മുഖ്യമന്ത്രി, ഈ പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ഈ CPMന്റെ സഹപ്രവർത്തകർക്കായാലും CPM നേതാക്കൾക്കായാലും ഇതിനൊരു അവസരം കിട്ടിയത് സത്യത്തിൽ എപ്പോഴാണ്? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJP ഏതാണ്ട് 20% വോട്ട് ഷെയറിലേക്ക് കേരളത്തിൽ എത്തുന്നു. BJP ഏതാണ്ട് 58, എല്ലാവരും അത് പരിശോധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഏതാണ്ട് 58 മണ്ഡലങ്ങളിൽ BJP ഒരു തുല്യ ശക്തിയായി വന്നിട്ടുണ്ട്. 11 നിയമസഭാ മണ്ഡലങ്ങളാണ് BJP ഒന്നാമതെത്തിയിരിക്കുന്ന കണക്കാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പാർട്ടി കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. 58 നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 20,000-നും 75,000-നും ഇടയ്ക്ക് വോട്ടുള്ള ഒരു വലിയ ശക്തിയായി കേരളത്തിൽ BJP മാറിയിരിക്കുന്നു. ഈ സത്യം തിരിച്ചറിഞ്ഞത് CPMന്റെ മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞോ എന്നറിയില്ല, പക്ഷെ CPMന്റെ പ്രവർത്തകർ, CPMന്റെ നേതാക്കന്മാർ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർ ഇലക്ഷന് മുമ്പ് കൈ ചൂണ്ടിയത് BJPയെ പരാജയപ്പെടുത്തുന്നതിന് കോൺഗ്രസിനോട് ചേർന്ന് നിന്നുകൊണ്ട് BJPക്കെതിരെ കൈ ചൂണ്ടിയിരുന്നു. എല്ലാത്തിനും കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ഒന്നും തരാത്തത് കൊണ്ടാണ് ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാത്തതെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ജനങ്ങൾ തള്ളി.
ഇതൊക്കെ ജനങ്ങൾ തള്ളുക മാത്രമല്ല, ബി.ജെ.പിക്ക് വലിയ തോതിൽ വോട്ട് വർധന ഉണ്ടാവുകയും ജനങ്ങൾ ബി.ജെ.പിയെ വിശ്വാസത്തിലെടുക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കാലം വന്നപ്പോൾ ബി.ജെ.പി കാരണമെങ്കിലും ഇന്ന് CPM-ൽ ഒരു തിരുത്തൽ ശക്തി ഉണ്ടാവണമെന്നുള്ള ചിന്ത അവർക്കുണ്ടായിരിക്കുന്നു. സത്യത്തിൽ ഇതിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? ബി.ജെ.പിയുടെ ഈ വളർച്ച തന്നെയാണ്. അവർ ഭയക്കുന്നത് ബി.ജെ.പിയെയാണ്. അതുകൊണ്ടാണ് ഇത്ര ദ്രുതഗതിയിൽ ഈ ചർച്ചകൾ നടന്നിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം കഴിച്ചു കൊണ്ടുന്നത് പിണറായി വിജയനിലേക്കാണെന്ന് പറയുമ്പോൾ അവർ കണ്ടെത്തിയ ഘടകങ്ങളിലൂടെ പരിശോധിക്കണ്ടേ? ഈ അഴിമതികൾ, തുടരെ ഉണ്ടായിരിക്കുന്ന അഴിമതികൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത അഴിമതികൾ. ഈ അഴിമതിക്കിടയിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം വന്നു പെട്ടപ്പോൾ, മുഖ്യമന്ത്രിയുടെ മകൾ കൂടി ഇത്തരം അഴിമതി ആരോപണങ്ങളിൽ വരേണ്ട സാഹചര്യം വന്നപ്പോൾ മകളെ രക്ഷിക്കുവാനായി അദ്ദേഹം നടത്തിക്കൂട്ടിയിട്ടുള്ള കലാപരിപാടികൾ, ഒപ്പം ഇവിടെ ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ ജനങ്ങളെ സേവിക്കുന്നതിന് പകരം അവരെ ദുരിതത്തിലാക്കുന്ന മറിയ കുട്ടിമാരുടെ കഥകൾ പുറത്തു വന്നപ്പോൾ അതും കേന്ദ്രത്തിന്റെ മേലാണ് പഴിചാരിയത്. പക്ഷെ ആ കഥകൾ പുറത്തു വന്നപ്പോൾ അത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത, ഉപദ്രവിക്കുന്ന ഒരു സർക്കാരായി ഇത് മാറി. നവകേരള സദസ് നമ്മൾ കണ്ടു. നവകേരള സദസ്സിൽ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് പണപ്പിരിവ് വരെ നടത്തി എന്നുള്ള ആരോപണം ഇവരുടെ തന്നെ ജില്ലാ കമ്മിറ്റികളിൽ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. നവകേരള സദസ് കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിനെതിരെ പ്രതികരിച്ച സാധാരണ ചെറുപ്പക്കാരെ പോലീസിനെ ഉപയോഗിച്ചും ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ഒക്കെ തലക്കടിച്ച് അവരെ ഇല്ലായ്മ ചെയ്യുവാൻ, അവരുടെ ജീവൻ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചിട്ട് അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ ഈ ജനങ്ങൾ ഉൾക്കൊള്ളുമോ അതോ തള്ളിക്കളയുമോ? പാർട്ടിക്ക് പോലും സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമായിരിക്കുന്നു അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം. മൈക്കിനോട് പോലും ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രിയെ ഈ കേരള ജനത കണ്ടിട്ടുണ്ടോ? എത്രയോ മുഖ്യമന്ത്രിമാർ ഈ കേരളത്തിലൂടെ വന്നു പോയിട്ടുണ്ട്, സംഭാവന ചെയ്തിട്ടുണ്ട് കേരളം. പക്ഷെ ഇത്രയും ധാർഷ്ട്യം നിറഞ്ഞ ഒരു സ്വേച്ഛാധിപതിയെ കേരളം ഇതുവരെ കണ്ടിട്ടില്ല. മറ്റൊരു പ്രധാന കാരണം ന്യൂനപക്ഷ പ്രീണനം എന്ന് ബി.ജെ.പി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവിടെ പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ കൂടെ നിർത്തി അവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് അവർക്ക് വേണ്ടി പ്രീണനം നടത്തുകയാണ്. 80:20 നമ്മൾ മറന്നിട്ടില്ലല്ലോ. അതെല്ലാം നമ്മൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അന്നതാരും കേട്ടില്ല. ഇന്നത് ചർച്ചയായിരിക്കുന്നു. പക്ഷെ ആ പ്രീണനം കൊണ്ട് ഉണ്ടായത് എന്താണ് സത്യത്തിൽ ഈ സർക്കാരിന്? ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള അല്ലെങ്കിൽ സമസ്ത പോലെയുള്ള സംഘടനകളൊന്നും ശ്രീമാൻ പിണറായി വിജയനെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള കാഴ്ചയല്ലേ? ഈ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസിനെ വരെ വിവരദോഷി എന്ന് വിളിച്ച ഒരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടു. അപ്പോ ഒരു ഭാഗത്ത് ന്യൂനപക്ഷ പ്രീണനം നടത്തുകയും ഭൂരിപക്ഷങ്ങളെ അടച്ചാക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയത്, ഈ സർക്കാർ മുന്നോട്ട് പോയത്, CPM മുന്നോട്ട് പോയത്. ഇന്നവർ ഇതൊക്കെ തിരുത്തണമെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, അല്ല ഇത് സീതാറാം യെച്ചൂരി തിരുത്തണമെന്ന് പറയുന്നുണ്ട്, പക്ഷെ മുഖ്യമന്ത്രി മാറണമെന്ന് പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടോ? ഇന്ന് ഏക കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്, നമുക്കറിയാം. ഈ കേരളത്തിൽ ഈ നടക്കുന്ന അഴിമതികളുടെ ഒക്കെ ഓഹരി ഇവിടെ ഈ അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർക്ക് എത്തുന്നില്ല എന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് ഇന്ന് ഇവരുടെ കേന്ദ്ര കമ്മിറ്റിയെ പിടിച്ചു നിർത്തുന്നത്, CPM എവിടെയെങ്കിലും ഒക്കെ പേരിന് മാത്രം ഉണ്ടെങ്കിൽ അവരെ പിടിച്ചു നിർത്തുന്നത്, ഇവിടെ ഇതുപോലെയുള്ള കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെ നടന്ന അഴിമതി പണം എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവും. ഇതുപോലെ വന്ന നിരവധി, ഇപ്പോ AI ക്യാമറ വിവാദം, അതുപോലെ എത്രയോ അഴിമതി ആരോപണങ്ങൾ. ഇപ്പൊ ബ്രഹ്മപുരം പ്ലാന്റ് ഒരു വലിയ വിവാദ വിഷയമായി. കൊച്ചിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, പിന്നീട് നമ്മൾ കണ്ടു കോഴിക്കോടും തൃശ്ശൂരും അതുപോലെയുള്ള എല്ലാ മേഖലകളിലും മാലിന്യ നിർമ്മാർജ്ജനം അതൊരു വലിയ അഴിമതി തന്നെയായി മാറിയിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ഇവിടുന്നൊക്കെ പറ്റുന്ന ഈ അഴിമതി പണം ഈ സീതാറാം യെച്ചൂരിക്ക് ഉൾപ്പെടെ പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പോകുമെന്ന് നമുക്ക് വ്യക്തമായത് കൊണ്ട്, അല്ലെങ്കിൽ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് പിണറായി വിജയൻ ആയതുകൊണ്ട് ഈ മുഖ്യമന്ത്രി മാറണമെന്ന് ധൈര്യത്തോടെ സീതാറാം യെച്ചൂരി പറയുമോ? പ്രകാശ് കാരാട്ട് പറയുമോ? യെച്ചൂരിക്ക് സിഗരറ്റ് വലിക്കാനുള്ള കാശ് പോകുന്നത് കേരളത്തിൽ നിന്നാണെന്ന് സഖാക്കന്മാര് തന്നെ പറയാറുണ്ട്. അത് തന്നെ ഈ കേരളത്തെ വിലയ്ക്ക് വാങ്ങാനുള്ള പണം CPM-ന്റെ കയ്യിലുണ്ടെന്നാണ് ഇവർ തന്നെ വളരെ രഹസ്യമായി എന്നാൽ പരസ്യമായി പറയുന്നത്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് നമുക്കെല്ലാം അറിയാം. അപ്പൊ ഈ ആസ്തിയുടെ ഒരു ഭാഗം പോകുന്നുണ്ട്. ഇത് വരുന്നത് ഇവരുടെ കുടുംബത്തിൽ നിന്ന് എടുത്തിട്ടാണോ? ഇവരുടെ കുടുംബത്തിൽ നിന്ന് എടുത്തിട്ട് വരുന്നതല്ലല്ലോ. മൂലധനം ഇവരുടെ കുടുംബത്തിൽ നിന്ന് വരുന്നതൊന്നും അല്ലല്ലോ. ഇതൊക്കെ വളരെ കൃത്യമായി ഇതുപോലെയുള്ള ഇടപാടുകളിൽ കൂടി മുഖ്യമന്ത്രിയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് തിരുവനന്തപുരത്ത് നടന്ന
അവരുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അവിടുത്തെ ഒരു പ്രമുഖ നേതാവ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് ചെല്ലാനുള്ള അവസരമില്ല എന്നാണ്. പക്ഷേ ഏതോ വലിയ വ്യവസായിക്കോ ബിനാമിക്കോ ഒക്കെ അദ്ദേഹത്തിന്റെ അടുക്കള വരെ കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നും അതിനെ എം സ്വരാജ് ഉൾപ്പെടെ അവിടെ ചോദ്യം ചെയ്തു എന്നും പറഞ്ഞൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. സത്യമാണെങ്കിൽ അതൊക്കെ സത്യമായിരിക്കുമെന്ന്. ഏറ്റവും നല്ല ഫ്രഷ് ഫിഷുമായിട്ടാണ് ഈ മുതലാളി ക്ലിഫ് ഹൗസിലെ അടുക്കളയിൽ കയറി നിരങ്ങുന്നത് എന്നാണ്. അതെ അതെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് സഹാക്കന്മാർ തന്നെ മനസ്സിലാക്കിയതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇവര് തിരുത്താൻ പോവില്ല. കാരണം ഇവരുടെ കുട്ടിപ്പട്ടാളം നമ്മൾ കഴിഞ്ഞ ദിവസവും ഒരു അധ്യാപകനെ, ഒരു പ്രിൻസിപ്പലിനെ എടുത്തിട്ട് ഉപദ്രവിക്കുന്നത് എത്ര നീചമായ ഇടപെടലാണ്. ഈ SFI ആണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വീണ്ടും ന്യായീകരിച്ചത്. പക്ഷെ MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കുട്ടികളെ നന്നാക്കൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവര് തെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ബോധം പാർട്ടിക്കുള്ളത് കൊണ്ടല്ലേ നന്നാക്കുമെന്ന് ശ്രീ MV ഗോവിന്ദൻ. എനിക്ക് തോന്നുന്നു MV ഗോവിന്ദൻ SFIയെ വിമർശിച്ചു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ MV ഗോവിന്ദൻ്റെ ചെവിക്ക് പിടിച്ചു എന്നാണ്. കാരണം ഇന്ന് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടൊന്ന് മയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അത് തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, അടിക്കടി കാലുവാരുന്ന ആളാണ് ശ്രീ MV ഗോവിന്ദൻ. പറഞ്ഞെടുത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി കണ്ണൂരെത്തിയാൽ അവിടെ നിലപാട് മാറ്റുന്ന ആളാണ് MV ഗോവിന്ദൻ. എങ്കിലും പിള്ളേരെ തിരുത്തുമെന്ന് പറയാൻ നമ്മൾ തയ്യാറായി. അപ്പോ പറയാനുള്ളതെന്ന് പറഞ്ഞു വെച്ചു. മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ തിരുത്തി. ഞാൻ ചോദിക്കട്ടെ, ഈ SFI ചെയ്യുന്ന സേവനം എന്ത് വലിയ മഹത്വം ചെയ്യുന്നതാണ്. ഇപ്പൊ മഹാരാജാസ് കോളേജ് ഉൾപ്പെടെ ലിംഗ സൗഹൃദ ടോയ്ലറ്റുകൾ കൊണ്ടുവരുന്ന പുരോഗമന പ്രസ്ഥാനം, ഇതുപോലെ സിദ്ധാർത്ഥിനെ പോലെയുള്ള നല്ല മിടുക്കനായ ഒരു വിദ്യാർത്ഥിയെ എങ്ങനെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആസൂത്രിതമായി തീരുമാനിച്ച് ഇല്ലായ്മ ചെയ്ത ഒരു പ്രസ്ഥാനം അല്ലെ. അഭിമന്യുവിന്റെ ഇപ്പോഴും മഹാരാജാസിന്റെ മുന്നിൽ കൂടി നവാഗതർക്ക് സ്വാഗതം നേടിയിട്ട് അഭിമന്യുവിന്റെ കലാലയം എന്നാണ് ബാനർ വെച്ചിരിക്കുന്നത്. സത്യത്തിൽ സങ്കടം തോന്നും. ആ അഭിമന്യുവിന്റെ ആത്മാവ് പൊറുക്കുമോ? ആ അഭിമന്യുവിന്റെ മാതാപിതാക്കൾ ഇവരോട് പൊറുക്കുമോ? നമ്മൾ കണ്ടില്ലേ, കോടതിയിൽ നിന്ന് കേസ് ഫയൽ പോലും കാണാതെ പോകുന്ന കാഴ്ച എങ്ങനെ സംഭവിക്കുന്നു. അപ്പോ ഇതുപോലെയുള്ള പുരോഗമനപരമായ കാര്യങ്ങൾ ചെയ്യുന്ന SFI എന്ന് പറയുന്ന പുരോഗമന പ്രസ്ഥാനം ഈ ക്യാമ്പസുകൾക്ക് പോലും ഇന്ന് ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ മുതിർന്ന നേതാക്കന്മാർ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇടയ്ക്കൊന്ന് തിരുത്താം എന്ന് പറയുന്നത് നല്ലതല്ലേ. പക്ഷെ മുഖ്യമന്ത്രി അതുപോലും അനുവദിക്കുന്നില്ല. മുഖ്യമന്ത്രി അവിടെ ഇടപെടുകയാണ്, അനുവദിക്കുന്നില്ല. അപ്പോ അദ്ദേഹം പറയുന്നത് തെറ്റുകളെല്ലാം ഇങ്ങനെ തന്നെ പൊക്കോട്ടെ, തെറ്റുകൾ ഞങ്ങൾ തുടരും. കാരണം ഇനി അടുത്ത തവണ ഭരണത്തിൽ വരാനുണ്ടോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് നല്ല സംശയമാണ്, സഹാക്കന്മാർക്ക് സംശയമാണ്. ഭരണത്തിൽ വരില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ രാവിലെ മുതൽ കക്കാം എന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്. നേരം പുലർന്നാൽ പോലും കക്കല് നിർത്തില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അങ്ങനെ അഴിമതി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായി ഇത് മാറി. ഇത് തിരുത്തൽ നടക്കുമെന്ന് നമ്മൾക്ക് ഒരിക്കലും വിചാരിക്കാൻ സാധിക്കില്ല. പക്ഷെ ചർച്ച വന്നു എന്നുള്ളത് BJP ഇത്രയും മുന്നിലേക്ക് പോയപ്പോൾ BJPയെ ഭയന്ന് ചർച്ച വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം.